നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഫലങ്ങളെ ഒന്ന് എടുത്തു പറയാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെ പറഞ്ഞു പോകാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ശനി 2ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. ശനിയിലെ അവസാനത്തെ 2.5 വർഷം ആരംഭിക്കുകയാണ്. 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതോട് തന്നെ ധനനഷ്ടം, സൗഖ്യനാശം, തേജോനാശം, അനാസക്തി എന്നിവയൊക്കെയാണ് ശനിയുടെ ഫലങ്ങൾ. അതിനാൽ കേസ് വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാതൃവഴിയിലും പിതൃവഴിയിലും അരിഷ്ടതകളൊക്കെ ഉണ്ടായേക്കാം. ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും രോഗപീഡയുണ്ടായേക്കാം. കൃഷി ധാന്യാദി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ ശരീരപീഡയും മനക്ലേശവും സഞ്ചാര ദുരിതങ്ങളും ഒക്കെയാണ് ഫലമായി പറഞ്ഞിട്ടുള്ളത്. ഇനി കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറഞ്ഞു പോകാം. കുംഭക്കൂറുകാർ ശാസ്താവിനെ സ്ഥിരമായി ഉപാസിക്കേണ്ട സമയമാണ്. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ചഞ്ചലമായ മനസ്സൊഴിവാക്കുക. എല്ലാ കാര്യങ്ങൾക്കും അത് തടസ്സവും കാലതാമസവും ഉണ്ടാക്കിയേക്കാം. ഈശ്വര ചിന്തയൊക്കെ ശക്തമാക്കേണ്ട സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. നല്ല പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. അപമാനത്തിന് ഇടയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കാതെ അതിനെ ശ്രദ്ധയോടുകൂടി ഇടപെടുക. ക്ഷമാശീലം പാലിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദുർചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിലും വിജയിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും സാധിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിൽ 2 തവണ നല്ല ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. കുംഭക്കൂറുകാർ അറിയേണ്ട ചില പ്രത്യേക കാര്യങ്ങളെ കൂടി പറയാം. കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ട കാലമാണ്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കുംഭക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.